ലച്ചുവേ, ലച്ചു. എടി അമ്മ എവിടെ പോയി? അമ്പലത്തിൽ പോയാ? പോയി. നീ എന്ത് പോവാത്തെ? ലച്ചുവേ, എടി നീ എന്ത് പോവാത്തെന്നാ? നീ വാ, നീ വരാൻ. വരുവാണ്. എന്താച്ചാ നീ എന്ത് അമ്പലത്തിൽ പോവാത്തെ? ഞാൻ ഇപ്പൊ എണീറ്റുള്ളൂ. എടി നല്ലൊരു ഞായറാഴ്ച അല്ലേടി, രാവിലെ അമ്പലത്തിൽ പോണ്ടേ? ഞായറാഴ്ച അല്ല വെച്ചാ കുറച്ചേരം കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് എന്റെ പൊന്നുമോള് പോയി കിടന്ന് ഉറങ്ങി പോ. എത്തിയാ? കുളിച്ചാ? പിന്നെ നേരത്തെ എണീറ്റെങ്കിൽ ഒരുമിച്ച് പോവായിരുന്നല്ലോ. നീ എന്നെ വിളിക്കാന്ത്? സാരില്ല, അടുത്ത ഞായറാഴ്ച ഒരുമിച്ച് നിർമ്മാല്യം തന്നെ തൊഴുതേക്കാം. എന്തുപറ്റി? പുളിയില കരയോലും ചൊരിതാറ് ഇട്ട് ചന്ദനത്തോടു കുറിച്ചാർത്തി. എന്തു പറ്റി? നഗഫണ തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമാം സുസ്മിതേ. ആ പേര് പാട്ടി പോലും വന്നേക്കരുതും, പറഞ്ഞേക്കാം. നിനക്കെന്തടി എന്റെ അനിയത്തി ഇവിടെ കൊണ്ടുവന്ന? കൊണ്ടുവന്നാ ഒന്നുമില്ല, കൊണ്ടുവന്ന യുദ്ധം ഉണ്ടാവും. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്, വാ. വരണില്ലേ? കാക്ക പടി പറ്റിച്ച. അയ്യോ സുസ്മിത, സത്യം പറഞ്ഞ മോളെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. നീ എന്തിനാ വിളിച്ചിട്ട് വരാത്തെ? ഇതെന്തോന്ന് കോലം ഇത്? എന്ത് പുഷ്ടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ? ചേട്ടാ ഞാനിപ്പോ ഡയറ്റിങ്ങിലാണ്. ഡയറ്റിങ്ങിലാണ്? കറുത്ത് മേലിഞ്ഞ് നല്ല ഓറഞ്ചിന്റെ കളർ ഉണ്ടായിരുന്നാണ്. ആഹാ, എന്റെ മുടിയുടെ പോയി. ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടല്ലോ. ഇടി പൊഴിഞ്ഞു പോയി എത്രയും. അതടുത്ത് ഓട്ടറിന്റെ കുഴപ്പമാ ചേട്ടാ. ഒരു കാര്യം ചെയ്യ്, അമ്മയടുത്ത് പറഞ്ഞ് നല്ല കൈ തോന്നിയിട്ട് എണ്ണ കാച്ചി തേക്ക്. എന്തെന്നാ? ഇടി കൈ തോന്നിയിട്ട് എണ്ണ കാച്ചി തേക്കാൻ. ചേട്ടാ അതൊക്കെ ഓൾഡ് ഫാഷൻ. ഞാൻ ഇപ്പൊ ഹെയർ ഓയിൽ ഒന്നും യൂസ് ചെയ്യാറില്ല. അത് തന്നെ മുടി ഇങ്ങനെ ജട കെട്ടിയിരിക്കണം. ഞാനൊന്നും വരുന്നില്ല. അത് ചേട്ടൻ വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട. ഞാൻ വന്നെന്ന് അറിഞ്ഞിട്ട് ചേട്ടൻ എന്നെ കാണാൻ വന്നോ? എന്നെ പൊന്നുമോളെ, ചേട്ടൻ ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. ഒരുപാടെങ്കിലും ജോലി കിടക്കുമല്ലേ? എടി കുട്ടികളെ നോക്കണ്ടേ? അതിനാണല്ലോ ചേച്ചി കെട്ടിയെടുത്തേക്കുന്നത് ഇങ്ങോട്ട്. കെട്ടിയെടുത്തേക്കണം? ചേച്ചി മാത്രം ജോലി ചെയ്താൽ മതിയാ? ചേട്ടനോട് സഹായിക്കണ്ടേ? ഓ പിന്നെ പിന്നെ ചേട്ടന്റെ മനസ്സൊക്കെ മാറി. ചേട്ടൻ ഇപ്പൊ പഴയ ആളേ അല്ല. എപ്പോഴും ഭാര്യയും മക്കളും. കഴിച്ചാലോ? ഇല്ലണ്ണ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അയ്യോ വാ വാ. നീലു, നീലു, നീലുവേ. എന്താ ബാലു? ഇതാരെ നോക്ക്. സുസ്മിത. സുസ്മിത എപ്പോഴും നിന്റെ വിചാരേ ഉള്ളൂ. ഇന്നലെയും പറഞ്ഞു സുസ്മിത കണ്ടില്ല, സുസ്മിത കണ്ടില്ല. ഭയങ്കര വിഷമം അല്ലേടി മക്കളെ? ലച്ചു, ശിവ, ഡീ വാ. ഇത് ആര് വന്നു നോക്ക്. ആന്റി ആന്റി. എന്തുണ്ട് മോളെ വിശേഷം? സുഖാണോ? വീട്ടിലോ അതോ ഹൈദരാബാദിലോ? അല്ല, രണ്ടിടത്തും. വീട്ടില് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഹൈദരാബാദിലാണെങ്കിൽ എനിക്കിപ്പോ ജോലിയൊക്കെ കിട്ടി. പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോന്ന്. ആന്റി എന്താ നാട്ടിൽ വന്നിട്ട് ഇത്ര ദിവസം ഇങ്ങോട്ട് വരായിരുന്നേ? ഇത്ര ദിവസമായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ തോന്നിയില്ലല്ലോ. അതിനെങ്ങനെയാ? അമ്മ സമ്മതിക്കണ്ടേ? ഞാൻ എപ്പോഴാണ് സമ്മതിക്കാണ്ടിരുന്നത്? എപ്പോഴാണ് സമ്മതിക്കാതിരുന്ന? സമയം കിട്ടട്ടെ അപ്പൊ പോവാന്നേ ഞാൻ പറയാറുള്ളൂ. ചേച്ചിക്ക് സമയമൊന്നും കിട്ടത്തില്ലായിരിക്കും. ഓ മോളെ, നിന്ന് തിരിയാ സമയമില്ല, അതുകൊണ്ടാ വരാത്തത്. എപ്പോഴും പറയും ഞാൻ പോവാ പോവാ പോവാന്ന്. ഇടയ്ക്കും പറയും, ഇപ്പോഴും പറയും, എപ്പോഴും പറയും. അതെ, എപ്പോഴും പറയും. അല്ല വിഷ്ണു എന്തിയെ? വിഷ്ണു വിഷ്ണു എടാ വിഷ്ണുവേ. എന്തുവാടി? ആന്റി നിനക്ക് എന്താടാ എന്നെ കണ്ടിട്ട് ഒരു സന്തോഷമൊന്നും ഇല്ലാത്തത്? അങ്ങനൊന്നുമില്ല ആന്റി, അകത്തിട്ട് നല്ല ഉറക്കം. ഏത് സമയവും പഠിച്ചോണ്ടേയിരിക്കും ഇല്ലടാ? നീയാ? സാരമില്ല, പഠിത്തമൊക്കെ പരീക്ഷ കണ്ടാ മതിയേ. മോളെ, നീ ഇഡലി കഴിക്കൂ? ഇല്ല ചേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാനേ പാഴ്സൽ വാങ്ങിക്കൊണ്ടുവരാം. പാഴ്സല? അച്ഛാ എനിക്കൊരു മസാല ദോശ. അപ്പോ മസാല ദോശ വാങ്ങാം. അന്നേരത്തേക്കേ ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് കുളിച്ചില്ല. നീ കൂടെ വാ. എങ്ങോട്ട്? മസാല ദോശ വാങ്ങിക്കേ. എനിക്കൊരു നെയ് റോസ്റ്റ് മേടിച്ചു തരുമോ? ചോദിച്ചാവത്തായ ഉഴുന്നോടെ പോരെ? നെയ് റോസ്റ്റ് മേടിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ വരാം. പോട്ടാ. അവിടെ എല്ലാം ഓക്കെ അല്ലേ? അല്ല, ആ റീന തോമസ് അവിടെ ഉണ്ടോ? എനിക്ക് പുള്ളിക്കാരത്തിനെ ഒന്ന് കാണണമായിരുന്നു. ആന്റി നമുക്ക് ഔട്ടിങ്ങിന് പോവാം.
ഫോൺ സംസാരിക്കുന്നത് കാണുന്നില്ലേ? ഗോ ഔട്ട്സൈഡ്. ആ കേശു ശിവ പബ്ബിലോ? അതിന് സംസാരിക്കല്ലേ? സീരിയസ് ആയിട്ട് സംസാരിക്കല്ലേ? ശരി ഇവിടുത്തെ പോ. പോ. ഇല്ല. വേറെന്താണ്? ഇവിടെ എല്ലാരും മോളെ മസാല ദോശ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ മസാല ദോശ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ കുഴപ്പമില്ലായിരുന്നു. കാര്യമൊക്കെ ശരി. എന്നാലും എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ. ജോലി തിരക്കല്ലേ മോളെ? എന്നാലും ചേട്ടൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചില്ലേ? വേറെ എന്തെങ്കിലും ജോലി നോക്കുന്നുണ്ടോ? ഇത് വിട്ട് ഒരു കളിയില്ല മോളെ. എല്ലാം അവിടെ കെട്ടിപ്പിടിച്ചിരുന്നോ? മരണം വരെ എനിക്ക് ജോലി മതി. നീ എന്റെ നടി മേടിക്കുവേ. നീ എന്തോന്ന് പറഞ്ഞേ? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഫോണിൽ സംസാരിക്കുവാണ്. ഞാൻ പറയുന്നത് എനിക്ക് എന്തിനാ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നത്? ഇത് വല്ലാത്ത കഷ്ടം തന്നെയാട്ടോ. ഹലോ പറ. എന്ത് പറ്റി നിങ്ങളെ പെങ്ങള് ചാടിത്തുള്ളി പോണേ? എന്ത് പറ്റി? അവള് ഈ സീരിയസ് ആയിട്ട് ഫോണിൽ സംസാരിക്കുമ്പോഴേ ആരും ശല്യപ്പെടുന്നത് ഇഷ്ടമല്ല. നിങ്ങളെ പെങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്പെഷ്യൽ എന്തെങ്കിലും വേണം? താറമുട്ട ഉണ്ടോ? മയിലിന്റെ മുട്ടയുണ്ട്. പതുക്കെ പറയടി. നീ കളിക്ക് പറയും, അവള് കേൾക്കും, പിന്നെ അവള് സീരിയസ് ആയിട്ട് എടുക്കും, പിണങ്ങി പോവും. എന്നാ ശരി. എടിക്കുവാ. നീ നേരത്തെ പറഞ്ഞില്ലേ മയിലിന്റെ മുട്ട ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെടുത്ത് വന്ന് നിന്റെ അച്ഛൻ കുട്ടമ്പളായി പൊരിച്ചോട്.